ഈ വീഡിയോ ഒന്ന് കണ്ടോക്കി. നബിയോ സ്വഹാബിമാരോ ഷാഫി ഇമാമോ നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല മോനെ, അത് തുടങ്ങിയത് ഷിയാക്കളാണ്. ആ ബിദ്അത്ത് നമ്മളും ഏറ്റെടുത്തു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? റബീഉൽ അവ്വൽ ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്, വഹാബികളെ കൂട്ടക്കരച്ചിലും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. മുഖം കാണിച്ച് കുറെ വീഡിയോസ് ഇട്ട് നാണം കെട്ടി ഇപ്പൊ നിക്കപ്പുറത്തില്ലാതെ വെച്ചാണ് ഇവന്മാരെ മെയിൻ കളി. സംഗതി എന്തായിക്കോട്ടെ, ഇവർ ആദ്യത്തെ ചോദ്യം സുന്നികൾ റബീഉൽ അവ്വൽ ആഘോഷിക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഒറ്റ മറുപടിയല്ലോ, പുന്നാര മുത്ത് തങ്ങളോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുക, അത് മാത്രമാണ്. അതിന് പുതിയ രീതികൾ പറ്റും, അനുവദനീയമാണ്. ബുഖാരിയിലെ ഒരു ഹദീസ് തന്നെയുണ്ട്. ഒരിക്കലൊരു സഹാബി എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് തന്നെ ഓതി. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാണ് എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു തന്നെ ഓതിയത്? അപ്പോൾ ആ സഹാബി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എനിക്ക് അതിനോടുള്ള മുഹബ്ബത്താണ്, അതിനോടുള്ള വല്ലാത്ത ഇഷ്ടമാണ് നബി എന്ന്. നബി തങ്ങൾ പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് അതിനോടുള്ള ഇഷ്ടം നിങ്ങൾ സ്വർഗത്തിലേക്ക് കടത്തിയെന്നാണ്. അല്ലാതെ നബി തങ്ങൾ എനിക്കില്ലാത്ത ഇഷ്ടം നിനക്കെന്തിനാ പറഞ്ഞ എതിർക്കാനൊന്നും പോയിട്ടില്ല. അതിനെ അംഗീകരിക്കുകയായിരുന്നു നബി തങ്ങൾ അവിടെ ചെയ്തത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? സ്നേഹപ്രകടനങ്ങൾക്ക് പുതിയ രീതികൾ വന്നാൽ അതിനെ അംഗീകരിക്കലാണ് സുന്നത്ത്, അതിനെ എതിർക്കൽ ബിദ്അത്താണ്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നമ്മൾ ഖുർആനിനെ കവറക്കുള്ളിലാക്കി അതിന് മുകളിൽ തുണിയൊക്കെ ചുറ്റി ആദരിച്ച് മുകളിൽ വെക്കാറുണ്ട്. പള്ളികൾക്ക് മിനാരകളും കുബ്ബകളും നമ്മൾ പണിയാറുണ്ട്. ഇതൊക്കെ സ്നേഹപ്രകടനത്തിന്റെ ബഹുമാനത്തിന്റെ ഒരു പുതിയ ഭാഗങ്ങളാണ്. ഇതൊന്നും സഹാബത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആരും എതിർക്കാൻ വരാറില്ല. എന്തേ? സ്നേഹപ്രകടനത്തിന് പുതിയ രീതികൾ, ആദരവിന് പുതിയ രീതികൾ ഇസ്ലാം അനുവദനീയമാക്കിയിട്ടുണ്ട്. ഇനിയും ഞാൻ പറഞ്ഞു തരുന്നതിന് അർത്ഥമില്ല. ഇതിൽ തന്നെ തിരിയേണ്ടവർക്ക് തിരിഞ്ഞിട്ടുണ്ടാവും, അല്ലാത്തവരോട് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല.